വേണ്ടി. വലാ തഖറബൂ മാലൽ യതീമി, യതീമിൻ്റെ ധനത്തോട് നിങ്ങൾ അടുക്കരുത്. ഇല്ലാ ബില്ലത്തി, യാതൊന്നു കൊണ്ടല്ലാതെ, യാതൊരു കാര്യം കൊണ്ടല്ലാതെ, അയിൽ ഹസ്ലത്തി, ഒരു കാര്യം കൊണ്ട്, ആ കാര്യം കൊണ്ടല്ലാതെ, അല്ലത് എങ്ങനെയുള്ള കാര്യമാണ്, ഈ അഹ്സനു, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഏറ്റവും നല്ല രൂപത്തിലേ യതീമിൻ്റെ ധനത്തെ നിങ്ങൾ സമീപിക്കാൻ പാടുള്ളൂ. വഹി അതേതാണ്, മാഫിഹി സലാഹു, ഒന്നാണ്, ഒരു രൂപമാണ്, ഫി ആ രൂപത്തിലുണ്ട്, സലാഹു അതിൻ്റെ മെച്ചമുണ്ട്. അതായത് യതീമിൻ്റെ ധനം എത്തരത്തിൽ ഏറ്റവും നല്ല മെച്ചപ്പെട്ട രൂപത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ ആ രൂപത്തിലേ ചെയ്യാവുള്ളൂ. അപ്പം അതിന് കേടുവരരുത്, അതിന് ഒന്നും കൂടെ വളർത്താൻ പറ്റുമെങ്കിൽ വളർത്താം. ഹത്തായ ബുലുക അശുദ്ധ, ഏതുവരെ ആ കുട്ടിയുടെ അശുദ്ധിനെ പ്രാപിക്കുന്നവിടം വരെ, അശുദ്ധിയിലെത്തുന്നിടം വരെ. അശുദ്ധം എന്ന് വെച്ചാൽ അതിൻ്റെ എന്താണ്, കുട്ടി ഒരു പൂർവ്വസ്ഥിതിയിലെത്തുക, അതായത് ബി അയ്യഹ്തലിമ, ആ കുട്ടിക്ക് ഇഹ്തിലാം പ്രായപൂർത്തിയാവുന്നത് കൊണ്ട്. അപ്പോൾ അതുവരെ അങ്ങനെ നോക്കി കണ്ടെത്തണം, പിന്നെ കൊടുക്കാം. ആ പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തുൻ നിസാഇൻ്റെ തുടക്കത്തിൽ, വബത്തൽ യതാമ ഹത്താ ബലഗുന്നിക്കാഹ്, ഹത്താ ഇദാ ബലഗുന്നിക്കാഹ് എന്ന് പറയുന്നത്. പിന്നെ ഔഫുൽ കൈല വൽ മീസാൻ, കയ്യിൽ എന്ന് വെച്ചാൽ നമ്മൾ ലിറ്റർ അളവ് ഉണ്ടാവില്ലേ, വ്യാപ്തം അളന്നിട്ടുള്ള, വൽ മീസാൻ എന്ന് വെച്ചാൽ തൂക്കിയുള്ള അളവ്, അതിനെയൊക്കെ നിങ്ങൾ പൂർത്തീകരിക്കുക. ബിൽ ഖിസ്തി, ബിൽ ആദിൽ, നീതിപൂർവ്വം. തർക്കിൽ ബഹ്സ് ഒഴിവാക്കിയിട്ട്, ബഹ്സ് എന്ന് വെച്ചാൽ തൂക്കത്തിലും അളവിലും ഒക്കെ കുറവ് വരുത്തുന്നതിനാണ്. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടിയൊന്നും കൊടുക്കരുത്. 1 കിലോയുടെ അരി ഒരാൾ നമ്മളിൽ നിന്ന് വാങ്ങുകയാണ്, ഒരിക്കലും 1 കിലോയും കുറയരുത്, കൂടിയ പ്രശ്നമില്ല. ലാനുക്കല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ, നാം ഒരു നഫ്സിനോടും ഒരു ആളോടും നാം കൽപ്പിക്കുന്നില്ല, ഇല്ലാ വുസ്അഹ, അതിൻ്റെ പരിധിയിൽപ്പെട്ടതല്ലാതെ, അതായത് അതിൻ്റെ സാധ്യമായ പരിധിയിൽപ്പെട്ടതല്ലാതെ, താക്കത്തിനല്ലാതെ, അതായത് അതിന് ചെയ്യാൻ പറ്റുന്നതല്ലാതെ നാം ഒന്നും കൽപ്പിക്കുന്നില്ല. ഫിദാലിക, ആ വിഷയത്തിൽ. ഫൈൻ അഖ്ത ഫിൽ കൈൽ, ഇനി ഒരാൾ പിഴച്ചുപോയി തൂക്കത്തിൽ, എന്താണ് ഈ അളന്നു കൊടുക്കുന്നതിലോ വല്ലതിന് തൂക്കി കൊടുക്കുന്നതിലൊക്കെ, അങ്ങനെയെങ്കിൽ അള്ളാഹു ഏതൊരു സ്ഥിതിയിൽ അള്ളാഹ്ക്ക് അറിയുകയും ചെയ്യാം. യാലമു സിഹത്ത നിയത്തി, അവൻ്റെ നീയത്തിൻ്റെ സാധുത, അവൻ സാധുവാണ്, അല്ല അവൻ്റെ നീയത്തിൻ്റെ സാധു എന്ന് വെച്ചാൽ അവൻ ശരിയായ നീയത്തൊക്കെ ഉള്ള ആളാണ്, പക്ഷെ അവിടെ പിഴച്ചു പോയതാണ്. അങ്ങനെയെങ്കിൽ ഫലാമു ആഹദത്ത് അലഹി, അങ്ങനെയെങ്കിൽ അവനെ പിടികൂടപ്പെടുകയില്ല. കമാ വറദ ഫി ഹദീസിൻ, ഒരു ഹദീസിൽ ആ വിഷയം വന്നതുപോലെ. വഇദാ ഖുൽതും, ഇനി നിങ്ങൾ ചോദിച്ചാൽ, അല്ല നിങ്ങൾ പറയുകയാണെങ്കിൽ, ഫി ഹുക്കുമിൻ, വല്ല വിധിയിലും, ഔ ഗൈരിഹി, അല്ലെങ്കിൽ അതല്ലാത്ത കാര്യം എന്തെങ്കിലും നിങ്ങൾ പറയുകയാണെങ്കിൽ, അതിലൊരു വിഷയത്തിൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, ഫഅദിലു ബിസ്സുദ്ഖി, സത്യസന്ധത കൊണ്ട് നിങ്ങൾ നീതി പുലർത്തണം. വലൗ കാനൽ മഖൂലു ലഹു, ആർക്ക് വേണ്ടിയാണോ, ആർക്ക് അനുകൂലമാണോ ആയിട്ടാണോ സംസാരിക്കുന്നത്, ഔ അലൈഹി, അല്ലെങ്കിൽ ആർക്കെതിരെയാണോ സംസാരിക്കുന്നത്, അങ്ങനെയുള്ള ആൾ നിങ്ങളുടെ ബന്ധുവായിരുന്നാൽ കൂടി നിങ്ങൾ കൃത്യമായി നീതിപൂർവ്വം സത്യസന്ധമായിട്ട് പറയണം. ദാ ഖുർബ, അതാണ് വലൗ കാന ദാ ഖുർബ, അതായത് ഖറാബത്ത്, ഖുർബ ഖറാബത്ത്, ഒരു ഖറാബത്തുള്ള ആൾ, അല്ല ഖുർബ എന്ന് വെച്ചാൽ അഥവാ ഖറാബത്താണ്. ഖറാബത്ത് എന്ന് വെച്ചാൽ കുടുംബ ബന്ധം ഉള്ള ആൾ എന്നൊക്കെ അർത്ഥം. അബി അഹദില്ലാഹി ഔഫു, അള്ളാഹുവായിട്ടുള്ള കരാറിനെ നിങ്ങൾ പൂർത്തീകരിക്കണേ. ദാലിക്കും വസ്വാക്കും, ഈ കാര്യം അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നതാണ്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഉത്ബുദ്ധരാവാൻ വേണ്ടി. ബി തഷ്ദീദി വ തഖ്ഫീഫി, തദ്കുറൂൻ എന്ന് തഖ്ഫീഫാക്കിയിട്ടും തദക്കറൂൻ എന്ന് തഷ്ദീദാക്കിയിട്ടുണ്ട്. അഥവാ തത്തഇദൂൻ, നിങ്ങൾ ഉപദേശം ശ്രദ്ധിക്കുന്ന, ഉത്ബുദ്ധരാവാൻ വേണ്ടി. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ, അവിടെ വഅന്ന ബിൽ ഫത്ഹി, ഫത്ഹ് കൊണ്ടാണ് വായിക്കുക. നമ്മുടെ ഖിറാഅത്ത് അങ്ങനെയാണ്. അലാ തഖദീരി ലാമി, ലാമിനെ സങ്കല്പിക്കുക. അതായത് വലി അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഈ എന്താ പറയുക, മഅലൂലിൻ്റെ മേലെ ഇല്ലത്തിനെ അത്ഫ് ചെയ്തതാണിത്. മഅലൂൽ കാരണം, ഏതോ ഒരു സംഗതി, അതാണ് മഅലൂൽ കാര്യം, ഇല്ലത്ത് കാരണം. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിൻ്റെ കാരണമാണ് പറയുന്നത്. അപ്പം കാര്യത്തിൻ്റെ മേൽ കാരണത്തിനെ അത്ഫ് ചെയ്ത് പറയലാണ്, ലാമിട്ടിട്ട് ലാമിനെ സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെയാണ് വലി അന്ന ഹാദാ സിറാത്തി എന്ന് വരും. എന്തായാലും അങ്ങനെ അർത്ഥം എന്താണ്, ഇത് എൻ്റെ മാർഗം ആയത് കാരണത്താലാണ്, മുസ്തഖീമായ നിലയ്ക്കുള്ള. ഇനി വൽ കസ്രി, ഇന്ന എന്നും ഖിറാഅത്തുണ്ട്. അത് ഇസ്തീനാഫാണ്. ഇസ്തീനാഫാകുമ്പോൾ ഒരു നമ്മുടെ ഇസ്തീനാഫ് ബയാനി എന്നൊക്കെ പറയില്ലേ, ഒരു സങ്കല്പിക്കപ്പെടുന്ന സുആലിൻ്റെ ജവാബായിട്ട്, എന്താ ഇങ്ങനെ എന്നൊരാൾ ചോദിച്ചാൽ
അത് വൈനഹാദ സിറാത്തി മുസ്തഖീമ, അതായത് കൊണ്ടാണ്, ഇതൊന്നും ശരിയല്ല അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത് ഇതായത് കൊണ്ടാണ് എന്നുള്ള കോലത്തിൽ ഒരു മറുപടി. അപ്പോൾ മറുപടി ആകുമ്പോൾ പിന്നെ എന്താണ്, കളയപ്പെട്ട സുആലിൻ്റെ ജവാബായിട്ട് വരികയാണെങ്കിൽ അതിന് ഇസ്തിനാഫ് ബയാനി എന്നാണ് പറയുക. അപ്പം ഇന്നാന്ന് പറയും. അതായത് ഹാദല്ലദീ വസ്സൈതുക്കും ബിഹി, ഈ പറഞ്ഞ കാര്യം, ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നതായ കാര്യം, സിറാത്തി എൻ്റെ മാർഗ്ഗമാണ്, മുസ്തഖീം അത് തന്നെ ഹാലാണ്, അത് തന്നെ നേരായ നിലയ്ക്ക്, ഫത്തബിയു അതുകൊണ്ട് അതിനെ നിങ്ങൾ പിൻപറ്റുക, വലാ തത്തബിയു സുബല മറ്റു വ്യത്യസ്ത മാർഗ്ഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്, അത്തുറുക്കൽ മുഖാലിഫത്ത് ലഹു അതിനോട് എതിരാകുന്ന മറ്റു മാർഗ്ഗങ്ങൾ നിങ്ങൾ അനുധാവനം ചെയ്യരുത്, പിൻപറ്റരുത്. ഫതഫറഖ ഫീഹി അങ്ങനെ നിങ്ങൾ അനുധാവനം ചെയ്യുന്ന പക്ഷം ഫതഫറഖ നിങ്ങൾ എന്താകും, തഫറഖ പല ചേരികളായി തീരും. ഫീഹി ഹദഫു ഇഹ്ദത്തായിന് അതിൽ രണ്ടാമൊരു തായിനെ കളയലുണ്ട്. അതായത് ഫതതഫറഖ എന്നാണ്. തതഫറഖ എന്ന് പറയാൻ കാരണം തഫറഖ മാദിയാണ് തെറ്റിദ്ധരിക്കുക, അതുകൊണ്ടാണ് പറഞ്ഞത്. തതഫറഖ എന്ന് പറയാൻ കാരണം എന്താണ്, നെഹിയാണ്, വലാ തത്തബിയു അതിൻ്റെ ജവാബാണ് തതഫറഖ. അതിൽ ഫാ വന്നു, അപ്പോൾ എന്താണ് മുൽമറത്തായ അന്നുകൊണ്ട് നസ്ബ് ചെയ്യും. അപ്പം ഫതതഫറഖ എന്നാണ്. അതിലൊരു രണ്ട് തനസ്സുമലായിക്കത്ത് ശരിക്കും തനസ്സലു ആണല്ലോ, അവിടെ ഒരു താ കളഞ്ഞ പോലെ ഇവിടെയും കളഞ്ഞാണ്. അതായത് തമീലു എന്നർത്ഥം. തതഫറഖ അർത്ഥം നിങ്ങൾ ചേരിതിരിയും നല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത് തമീലു, നിങ്ങൾ വഴി തെറ്റിപ്പോകുന്നു, അല്ല ഈ വഴികൾ തെറ്റിപ്പോകുന്നതാണ്. തതഫറഖ ഈ വഴികൾ ചെരിഞ്ഞു പോകുമ്പിക്കും നിങ്ങളെയും കൊണ്ട്. അപ്പം നിങ്ങളെന്താകും, മാർഗഭ്രംശനം വഴി തെറ്റിയവരായിത്തീരും. അൻസബീലി എന്ന് വെച്ചാൽ ദീനി അള്ളാഹുവിൻ്റെ സബീൽ, അള്ളാഹുവിൻ്റെ ദീനത്തോട്ട് നിങ്ങൾ മാർഗം വ്യതിചലിച്ചവരായിത്തീരും. അലിക്കും വസാക്കും ബിഹി അള്ളാഹു ആ കാര്യത്തെ നിങ്ങളോട് വസിയത്ത് ചെയ്തത്, അലിക്കും വസാക്കും ബിഹി അവൻ ആ കാര്യത്തെ നിങ്ങളോട് വസിയത്ത് ചെയ്തത് അല്ലക്കും തത്തക്കൂൻ നിങ്ങൾ തക്കവയുള്ളവരാവാൻ വേണ്ടിയാണ്. സുമ്മഅതൈനാ മൂസൽ കിതാബ പിന്നെ നാം മൂസക്ക് വേദഗ്രന്ഥത്തെ നൽകി, അഥവാ തൗറാത്തിനെ നൽകി. സുമ്മ ഇവിടുത്തെ ഈ സുമ്മ എന്തിനാണ്, പിന്നെ നൽകിയെന്ന നബിതങ്ങളുടെ ഉമ്മത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ നൽകിയെന്നാണോ? അപ്പോൾ എന്തല്ല, ആ സംഭവത്തിൻ്റെ തർത്തീബല്ല ഇവിടെ ഉള്ളത്, മറിച്ച് ലി തർത്തീബിൽ അഖ്ബാരി ഓരോ ഖബറുകൾ ഇങ്ങനെ പറയാണ്. അതായത് ദിക്രിയായ അതിൻ്റെ തർത്തീബ് പിന്നെ അങ്ങനെ പറയില്ല, ആ കൊലത്തിലുള്ളതിൻ്റെ അർത്ഥം. തമാമൻ ലിനിയമത്തി ഒരു പൂർത്തീകരണം എന്ന നിലയ്ക്കാണ് നൽകിയത്, അഥവാ ലിനിയമത്തി അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയ്ക്ക്. അലല്ലതി ഒരാളുടെ മേലുള്ള അഹ്സന ബിൽ ഖിയാമി ബിഹ അതുകൊണ്ട് നിലനിന്ന് പോരുന്ന ഒരാളുണ്ടല്ലോ, അതുകൊണ്ട് നിലനിൽക്കൽ കൊണ്ട് ഏറ്റവും മികച്ച, അല്ലെങ്കിൽ ഏറ്റവും മികച്ചല്ല അഹ്സന എന്നാണുള്ളത്, സാധാരണ അഫല തഫ്ദീലല്ല, അതുകൊണ്ട് നിലനിൽക്കൽ കൊണ്ട് സുഹൃതം അനുഷ്ഠിച്ച ഒരാൾക്ക് ആ ആൾക്കുള്ള അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയ്ക്ക്. അപ്പോൾ തൗറാത്ത് കൊണ്ട് അമൽ ചെയ്യുകയാണെങ്കിൽ അയാളെപ്പറ്റി എന്ത് പറയാം, അല്ലദീ അഹ്സന ബിൽ ഖിയാമി ബിഹി എന്ന് പറയാം, അല്ലെങ്കിൽ ബിൽ ഖിയാമി ബിഹ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരാളുടെ മേലുള്ള അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലക്കാണ് ഈ തൗറാത്തിനെ മൂസ നബി അലൈഹി ഇസ്ലാമിന് നൽകിയത്. തഫ്സീലൻ ലികുല്ലി ഷൈ അഥവാ ബയാനുൻ ലികുല്ലി ഷൈ ആയിട്ട് എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കുന്നതായിട്ടും. എങ്ങനെയുള്ള എല്ലാ കാര്യമാണ്, എല്ലാ കാര്യം എന്ന് വെച്ചാൽ യഹ്താജു ഇലൈഹി അല്ലെങ്കിൽ യുഹ്താജു ഇലൈ അലല്ലദീ അഹ്സന എന്ന് പറഞ്ഞുകൊണ്ട് യഹ്താജു വായിക്കാം. ആ അല്ലദീ അഹ്സനക്ക് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളാണോ അതിനെയൊക്കെ വിശദീകരിക്കുന്നതായ നിലയ്ക്ക്. വഹുദൻ സന്മാർഗമായിട്ടും റഹ്മത്തൻ കാരുണ്യമായിട്ടും ലഅല്ലഹും ബനി ഇസ്രായേൽ ഈ ബനി ഇസ്രായേൽ ആവാൻ വേണ്ടി ബിലിഖാഇ റബ്ബിഹിം തങ്ങളുടെ റബ്ബുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ, അഥവാ ബിൽ ബഅസി പുനർജീവിതത്തെ സംബന്ധിച്ച് പുനർജീവിതത്തെ കൊണ്ട് അവർ യുമിനൂൻ വിശ്വസിക്കാൻ വേണ്ടിയാണ്. വഹാദൽ ഖുർആൻ ഈ ഖുർആൻ കിതാബിൻ ഒരു ഗ്രന്ഥമാണ്, അൻസൽനാഹു നാം അതിനെ ഇറക്കി, മുബാറക്കുൻ അത് അനുഗ്രഹീതമാണ്, ഫത്തബിഹു അതുകൊണ്ട് നിങ്ങൾ അതിനെ പിൻപറ്റുക. യാ അഹ്ല മക്ക വ മക്ക നിവാസികളെ ബിൽ അമൽ എങ്ങനെ പിൻപറ്റുക, ബിൽ അമലി ബിമാ ഫീഹി അതിലുള്ള ഒന്നുകൊണ്ട് അമൽ ചെയ്തുകൊണ്ട്, വത്തഖുൽ കുഫ്ര നിങ്ങൾ സത്യനിശ്ചയത്തെ സൂക്ഷിക്കണേ, ലഅല്ലക്കും തുർഹമൂൻ നിങ്ങൾ കരുണ ചെയ്യപ്പെടാൻ വേണ്ടി. അൻസൽനാഹു നാം അതിനെ ഇറക്കി, ലി അൻ ഇവിടെ അന്ന് വന്നത് നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ നേരത്തെ വ അന്നായിരുന്നു, ഇവിടെ കേവലം അല്ലാ തഖൂലു അൻ തഖൂലു ഇന്നമ എന്നാണ്. അപ്പോൾ അവിടെ ഒരു ലാമ് കളയപ്പെട്ടതാണ്. അപ്പം കളയപ്പെട്ട ലാമ് ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി ഇവിടെ അന്നുണ്ട്. അപ്പോൾ അൻസൽനാഹു നാം ഈ ഖുർആൻ ഇറക്കിയത് എന്തിനാണ്, ലി അല്ലാ തഖൂലു അൻ തഖൂലു നിങ്ങൾ പറയുന്നത് കാരണത്താലാണ്, അഥവാ നിങ്ങൾ അല്ലാ തഖൂലു പറയാതിരിക്കാനാണ്. ഇന്നമാ ഉൻസിലൽ കിതാബ് ഈ വേദഗ്രന്ഥം എന്നുള്ളത് ഇറക്കപ്പെട്ടതാകാല ത്വായിഫത്തൈനി രണ്ട് വിഭാഗത്തിൻ്റെ മേൽ മാത്രമാണ് എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്, അഥവാ അൽ യഹൂദി വൻ നസാറ
ജൂതനസാതാക്കൾക്ക് മാത്രമേ ഉള്ള ഗ്രന്ഥം കിട്ടിയുള്ളൂ, അറബികളായ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് നിങ്ങളൊരു കാരണം പറയും. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ഗ്രന്ഥം നൽകിയത്. മീൻ കബലിന, ഞങ്ങളുടെ മുമ്പ്. വൈൻ മുഹഫഫത്താണ്. അപ്പം ഇന്ന എന്നർത്ഥം തന്നെയാണ്, തീർച്ചയായും എന്നർത്ഥമുണ്ട്. വസ്മുഹ മഹദുഫ, അതിൻ്റെ ഇസ്മ കളയപ്പെട്ടതാണ് ഐ ഇന്ന എന്നർത്ഥം. അഥവാ ഞങ്ങൾ, തീർച്ചയായും ഞങ്ങൾ കുന്ന ദിറാസത്തിഹിം ഖിറാഅത്തിഹിം, ആ ഖുർആനെ പാരായണം ചെയ്യുന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവരുടെ വേദഗ്രന്ഥത്തെ, അതാ നല്ലതല്ലേ, അല്ല ഖിറാഅത്തിഹിം എന്നല്ലേ, അവരുടെ ഖിറാഅത്ത്, അവരുടെ പഠനം അല്ലെങ്കിൽ അവരുടെ വായന, അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, ഞങ്ങൾ ഗാഫിലും, തീർച്ചയായും ഞങ്ങൾ അശ്രദ്ധവാന്മാരായിരുന്നു എന്ന് നിങ്ങൾ പിന്നീട് ഒഴികഴിവ് ബോധിപ്പിക്കുക. അവർക്കല്ല കിതാബ് കൊടുത്താൽ ഞങ്ങൾക്കതൊന്നും അറിയില്ലായിരുന്നു, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി. അതിന് മാരിഫത്തിന് അലഹ, ഞങ്ങൾക്ക് ഈ കിതാബിൻ്റെ ദിറാസത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിവില്ലാത്തത് കാരണത്താൽ, ഇത് ലൈസത്ത് ബിലുഗത്തിന്, കാരണം അതിനെ പഠിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങളുടെ ഭാഷയിലല്ല. ഇത് ലൈസത്ത് കാരണം അതല്ല, ഏത് ഈ ദിറാസത്തുൽ കിതാബ് അതല്ല ബിലുഗത്തിന്, ഞങ്ങളുടെ ലുഗത്തിലല്ല. കാരണം തൗറാത്ത് ഹിബ്രു ഭാഷയിലായിരുന്നു, പിന്നെ മറ്റേത് സുറിയാനി ഭാഷയിലായിരുന്നു. ഔ തഖൂലു, അല്ലെങ്കിൽ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയില്ലോ, അന്നാ തീർച്ചയായും ഞങ്ങളെങ്ങാനും ആയിരുന്നെങ്കിൽ, ഉൻസില അലൈന അൽ കിതാബ്, ആ ഗ്രന്ഥം ഞങ്ങളുടെ മേലെങ്ങാനും ഇറക്കപ്പെട്ടിരുന്നെങ്കിൽ, ലകുന്ന അഹ്ദാ മിൻഹും, ഞങ്ങൾ ജൂതനസാറാക്കളെക്കാൾ ഞങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരായനെ. എന്തേ കാരണം, ലി ജൗദത്തി അദ്ഹാനിന, ഞങ്ങളുടെ ദിഹ്നികൾ, ഞങ്ങളുടെ മനസ്സുകൾ നല്ലതായത് കാരണത്താൽ. ഇന്ന് നിങ്ങൾ ഡയലോഗ് അടിക്കും, അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ്. ഫഖദ് ജാഅക്കും ബയ്യിനത്ത്, എന്തായാലും ഡയലോഗ് അടിക്കേണ്ട, നിങ്ങൾക്ക് തീർച്ചയായും വന്നിട്ടുണ്ട് ബയ്യിനത്തുൻ, വ്യക്തമായ ദൃഷ്ടാന്തം, ബയാനും വിശദീകരണം, നിങ്ങൾ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള, വഹുദൻ സന്മാർഗവും, റഹ്മത്തുൻ കാരുണ്യവും, ലിമനിത്തബാഹു അതിനെ പിൻപറ്റുന്ന ആൾക്കുള്ള, ഫമൻ ആരുള്ളത്, ഐ ലാഹദ അഥവാ ഒരാളുമില്ല, അല്ലമു മിമ്മൻ ഒരുത്തനേക്കാൾ അക്രമിയായിട്ട്, കദബ ബി ആയാത്തില്ലാഹി അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കിയ, വസദഫ എന്ന് വെച്ചാൽ ആ ആയത്തുകളിൽ നിന്നും പിന്തിരിഞ്ഞ ഒരാളെക്കാൾ അക്രമിയായിട്ടുള്ള ആരാളുള്ളത്, സനജില്ലദീന, പിന്നീട് നാം ഒരു വിഭാഗം ആളുകൾക്ക് പ്രതിഫലം നൽകും. എങ്ങനെയുള്ള ആളുകൾ, യസ്ദിഫൂനാണ് ആയതിനെ, നമ്മുടെ ആയത്തുകളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞ ആളുകൾക്ക് നാം നൽകും പ്രതിഫലമായിട്ട് സൂവൽ, അതായത് മോശമായ ശിക്ഷ. സു എന്ന് വെച്ചാൽ ഐ അശബ്ദഹു, ഏറ്റവും മോശമായ ശിക്ഷ, ബിമാ കാനൂ യസ്ദിഫൂൻ, അവർ തിരിഞ്ഞു കളഞ്ഞ കാരണത്താൽ.